രണ്ട് വാക്കുകളാണ്. ഒന്ന് കോൺഫിഡൻസ്, രണ്ട് സെർട്ടൈനിറ്റി. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഞാൻ രണ്ട് കഥകൾ പറയാം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കും, അയ്യോ ഞാൻ വീഴുമെന്ന്. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി പറയാണ്, നീ വീഴുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം. അതേസമയം രണ്ടാമത്തെ വ്യക്തി പറയാണ്, ഇല്ല നീ വീഴില്ല, നിനക്ക് ഈ പരിപാടി അറിയാം, കൂടാതെ ഞാനില്ല നിൻ്റെ കൂടെ എന്ന്. രണ്ടാമത്തെ ഒരു കേസിൽ നമ്മൾ മാപ്പൊന്നും ഇല്ലാതെ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വഴിയിൽ കണ്ട ആളോടൊന്ന് വഴി ചോദിക്കുമ്പോൾ ഒന്നാമത്തെ വ്യക്തി പറയാണ്, ഇത് തന്നെയാണ് വഴി എന്ന് തോന്നുന്നു, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കും. ഒരു രണ്ടാമത്തെ വ്യക്തി പറയാണ്, ഇത് തന്നെയാണ് വഴി, നിങ്ങളൊരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് പോയിട്ട് ലെഫ്റ്റ് ടേൺ എടുത്താൽ മതി. ഈ രണ്ട് ഇൻസിഡൻറ്റിൽ നിങ്ങൾ ആരെയായിരിക്കും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാം? അത് മോസ്റ്റ് പ്രോബബ്ലി രണ്ടാമത്തെ വ്യക്തികളെ ആയിരിക്കും. കാരണം അവർ പറഞ്ഞ കാര്യത്തിൽ അവർ സെർട്ടൈനാണ്, അവർക്കതിൽ വിശ്വാസമുണ്ട്. ഇതേ പ്രിൻസിപ്പിളാണ് നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിൽ അപ്ലൈ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് കോൺഫിഡൻസ് ആവശ്യമാണ്, പക്ഷേ സെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊടിക്ക് മുകളിൽ നിൽക്കും. കാരണം കോൺഫിഡൻസ് ഈസ് എബൌട്ട് യു, സെർട്ടൈനിറ്റി ഈസ് എബൌട്ട് ഐഡിയ യു ആർ ടോക്കിംഗ് എബൌട്ട്. നിങ്ങൾ കേൾക്കുന്ന ആൾക്ക് നിങ്ങൾ പറയുന്ന ആശയത്തിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നോക്കുക, അല്ലാതെ നിങ്ങൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അങ്ങനെ നിങ്ങൾ സെർട്ടൈൻ ആണെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നിങ്ങളെ വിശ്വസിക്കുള്ളൂ. അവർ നിങ്ങളെ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് അവരെ മോട്ടിവേറ്റും ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു പുതിയ ആശയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങൾ ഇതിൽ എത്രമാത്രം സെർട്ടൈൻ ആണ്, നിങ്ങൾ എത്രമാത്രം ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്.